രാവും പകലും ഒരുപോലെ സജീവമായിരിക്കുന്ന ഇന്ത്യയിലെ നഗരമായ മുംബൈയുടെ ജീവനാഡിയാണ് രാത്രിയെ പകലാക്കിക്കൊണ്ട് അതിൽ ചീറിപ്പായുന്ന ലോക്കൽ ട്രെയിനുകൾ. ദിവസേന ലക്ഷക്കണക്കിന് ആളുകളാണ് ജീവിത സാധാരണത്തിനുള്ള മാർഗങ്ങൾ തേടി ഈ ട്രെയിനുകളിൽ യാത്ര ചെയ്യുന്നത്. എന്നാൽ 2006 ജൂലൈ 11 ചൊവ്വാഴ്ച ആ കറുത്ത ദിനത്തിലായിരുന്നു മുംബൈയെ ആകെ നടുക്കിക്കൊണ്ട് ആ വലിയ ദുരന്തം അരങ്ങേറിയത്. പതിവ് പോലെ ഓഫീസുകളിൽ നിന്നും ജോലി സ്ഥലങ്ങളിൽ നിന്നും ആളുകൾ സാധാരണഗതിയിൽ തങ്ങളുടെ വീടുകളിലേക്ക് മടങ്ങുകയായിരുന്നു. എന്നാൽ അവർക്കറിയില്ലായിരുന്നു അടുത്ത ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ ഇന്ത്യൻ റെയിൽവേ ചരിത്രത്തിൽ ഏറ്റവും വലിയ കൂട്ടക്കൊലയ്ക്കാണ് തങ്ങൾ സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. തിരക്കേറിയ ലോക്കൽ ട്രെയിനുകൾ, മഴ നനഞ്ഞ പ്ലാറ്റ്ഫോമുകൾ, ആരും അറിഞ്ഞില്ല ആ 11-ാം തീയതി അടുത്ത 11 മിനിറ്റിനുള്ളിൽ എന്താണ് സംഭവിക്കാനിരിക്കുന്നത്. വൈകുന്നേരം 6:24 പടിഞ്ഞാറൻ റെയിൽവേ പാതയിൽ സഞ്ചരിച്ചിരുന്ന ഒരു ഫസ്റ്റ് ക്ലാസ് കോച്ചിൽ അപ്രതീക്ഷിതമായ ഒരു സ്ഫോടനം. ആളുകൾക്ക് എന്തെങ്കിലും മനസ്സിലാകും മുൻപേ മറ്റൊരു സ്ഫോടനം, പിന്നെ വീണ്ടും വെറും 11 മിനിറ്റിനുള്ളിൽ നടന്നത് 7 സ്ഫോടനങ്ങളാണ്. 6:24 ഗാർ റോഡ്, സാന്താക്രൂസ് മാതുംക റോഡ് സ്റ്റേഷന് സമീപം ആദ്യം സ്ഫോടനമുണ്ടായി. 6:25 മാഹിം ജംഗ്ഷനിൽ, 6:26 ബാദ്രാബാർ റോഡില്, 6:27 ജോഗേശ്വരി, 6:30 ബോറിവലി, 6:31 മീര റോഡ്, 6:35 ഭയന്തർ എന്നിങ്ങനെയായിരുന്നു സ്ഫോടനമുണ്ടായ സ്ഥലങ്ങൾ. 200-ലധികം മരണങ്ങൾ, 700-ലധികം പേർക്ക് ഗുരുതരമായ പരിക്കുകൾ. ആക്രമണം ആസൂത്രണം ചെയ്തത് പടിഞ്ഞാറൻ സബർബൻ ലൈനിലെ ട്രെയിനുകളിലായിരുന്നു. ചർച്ച് ഗേറ്റിൽ നിന്നും പുറപ്പെട്ട 1-ാം ക്ലാസ് ബോഗികളെയായിരുന്നു ഭീകരന്മാർ ലക്ഷ്യമിട്ടത്. വൈകുന്നേരത്തെ തിരക്കേറിയ സമയത്ത് കൂടുതൽ ഉയർന്ന ഉദ്യോഗസ്ഥരും വ്യാപാരികളും ഉണ്ടാകുമെന്ന കണക്കുകൂട്ടലിൽ തന്നെയായിരുന്നു ഭീകരന്മാർ ക്രൂരമായ കരിക്കൽ നീക്കിയത്. കേസ് അന്വേഷണം ഉടൻ തന്നെ മുംബൈ പോലീസിന്റെ ഭീകരവിരുദ്ധ സേനയായ ATS ഏറ്റെടുത്തു. എന്നാൽ വെല്ലുവിളി വലുതായിരുന്നു. സ്ഫോടനം നടന്നത് ഓടിക്കൊണ്ടിരിക്കുന്ന ട്രെയിനുകളിലാണ്. തെളിവുകളെല്ലാം ട്രാക്കുകളിലും പരിസരത്തുമായി ചിതറിക്കിടക്കുകയായിരുന്നു. മഴ പെയ്യുന്ന ജൂലൈ മാസമായതിനാൽ പല തെളിവുകളും ആ വെള്ളത്തിൽ നശിച്ചു പോകാൻ സാധ്യതയുണ്ടായിരുന്നു. അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ ആദ്യം ശ്രദ്ധിച്ചത് സ്ഫോടനത്തിന്റെ സ്വഭാവമാണ്. 7 സ്ഫോടനങ്ങൾ നടന്നത് ട്രെയിനിന്റെ മുകളിലെ ലഗേജ് റാക്കുകളിലായിരുന്നു. ഫോറൻസിക് പരിശോധനയിൽ സ്ഫോടക വസ്തു RDX ആണ് എന്ന് കണ്ടെത്തി. അമോണിയം നൈട്രേറ്റും പെട്രോളിയം ജെല്ലിയും ഇതിനായി ചേർത്തിരുന്നുവെന്നും കണ്ടെത്തി. സ്ഫോടക വസ്തുക്കൾ പ്രഷർ കുക്കറുകളിലാക്കി റെക്സിൻ ബാഗുകളിൽ ഒളിപ്പിച്ചാണ് ട്രെയിനിൽ കയറ്റിയത്. ഇതിനായി ടൈമറുകൾ ഉപയോഗിച്ചു. ഒരു വലിയ സ്ഫോടനത്തിലേക്ക് ഇത്രയും കൃത്യമായ ഏകോപനം നടത്താൻ ഒരു പ്രാദേശിക സംഘത്തിന് മാത്രം കഴിയില്ല എന്ന് ATSന് മനസ്സിലായി. അവർ ആയിരക്കണക്കിന് ഫോൺ കോളുകൾ പരിശോധിക്കുകയും യാത്രക്കാരെ ചോദ്യം ചെയ്യുകയും ചെയ്തു. അപ്പോഴാണ് അന്വേഷണത്തിന് നിർണായകമായ ഒരു വഴിത്തിരിവായി ഒരു ഫോൺ കോൾ സംഘത്തിന് ലഭിക്കുന്നത്. അന്വേഷണം നേരെ നീണ്ടത് നിരോധിത ഇസ്ലാമിക ഭീകര സംഘടനയായ സിമിയിലേക്കും പാകിസ്ഥാൻ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ലഷ്കർ ഇ തോയ്ബയിലേക്കുമായിരുന്നു. ലഷ്കർ ഇ തോയ്ബയുമായി ചേർന്ന് സിമി പ്രവർത്തകർ ഈ സ്ഫോടനത്തിന്റെ ആസൂത്രണ നടത്തിപ്പിലും പങ്കാളികളായി. സ്ഫോടനം നടത്താൻ പാകിസ്ഥാനിൽ നിന്നും എത്തിയ ലഷ്കർ ഭീകരർക്ക് മുംബൈയിലും പരിസര പ്രദേശങ്ങളിൽ ആവശ്യമായ താമസ സൗകര്യവും മറ്റ് പ്രാദേശിക സൗകര്യങ്ങളും ഒരുക്കി നൽകിയത് സിമി പ്രവർത്തകരായിരുന്നു. സ്ഫോടനത്തിന്റെ മുഖ്യ സൂത്രധാരന്മാരിൽ ഒരാളായ ഇഖ്തേഷാം സിദ്ദിഖി മഹാരാഷ്ട്രയിലെ സിമിയുടെ മുൻ ഓഫീസ് ഭാരവാഹിയായിരുന്നു. പിടിയിലായ ചില സിമി പ്രവർത്തകർ വ്യാജ രേഖകൾ ഉപയോഗിച്ച് ഇറാൻ വഴി പാകിസ്ഥാനിലേക്ക് കടന്നതായും അവിടെ വെച്ച് ബോംബ് നിർമ്മാണത്തിലും ആയുധ ഉപയോഗത്തിലും പ്രത്യേക പരിശീലനം നേടിയതായും അന്വേഷണ സംഘം കണ്ടെത്തി. നേപ്പാൾ, ബംഗ്ലാദേശ് അതിർത്തികൾ വഴി ഇന്ത്യയിലെത്തിയ സ്ഫോടക വസ്തുക്കൾ ഉപയോഗിച്ച് മുംബൈയിലെ ശിവാജി നഗറിലെ ഒരു വീട്ടിൽ വെച്ചാണ് ഈ ബോംബുകൾ അസംബിൾ ചെയ്തത്. അതിനായി ഉപയോഗിച്ച കെമിക്കലുകളുടെ അവശിഷ്ടങ്ങൾ ആ വീട്ടിൽ നിന്നും ഫോറൻസിക് സംഘം കണ്ടെടുത്തു. പിന്നാലെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും സംശയിക്കപ്പെടുന്ന നിരവധി പേരെയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. 2015 സെപ്റ്റംബറിൽ 9 വർഷത്തെ നീണ്ട വിചാരണയ്ക്ക് ശേഷം കുറ്റാരോപിതരായ 12 പേര് കുറ്റക്കാരാണ് എന്ന് കണ്ടെത്തിയ മുംബൈയിലെ പ്രത്യേക മക്കോക്ക കോടതി വിധി പുറപ്പെടുവിച്ചു. 5 പേർക്ക് മരണശിക്ഷയും 7 പേർക്ക് ജീവപര്യന്തം തടവും വിധിച്ചു. ഒരാളെ കോടതി കുറ്റവിമുക്തനാക്കി. എന്നാൽ ഈ വിധിക്ക് ശേഷവും സ്ഫോടനത്തിന്റെ യഥാർത്ഥ മാസ്റ്റർ മൈൻഡുകൾ പാകിസ്ഥാനിൽ സുരക്ഷിതരായിരുന്ന് ഇന്ത്യക്കെതിരെയുള്ള അടുത്ത ആക്രമണ പദ്ധതികൾ ആസൂത്രണം ചെയ്യുകയായിരുന്നു. ഭീകരർ ലക്ഷ്യമിട്ടത് മുംബൈയെ ഭയപ്പെടുത്തുവാനും നഗരത്തെ വർഗീയമായി ഭിന്നിപ്പിക്കുവാനുമായിരുന്നു. എന്നാൽ അതൊന്നും വിലപ്പോയില്ല. സ്ഫോടനം നടന്ന മിനിറ്റുകൾക്കകം മുംബൈയിലെ ജനങ്ങൾ ട്രാക്കുകളിലേക്ക് ഇറങ്ങി സ്ഫോടനത്തിന്റെ ഇരകളായി ചോരയൊലിക്കുന്ന ജീവനുകളെ അവർ നെഞ്ചോട് ചേർത്ത് പിടിച്ചു. പിറ്റേ ദിവസം മുതൽ പതിവ് പോലെ മുംബൈയിലെ ലോക്കൽ ട്രെയിനുകൾ മുമ്പത്തെ പോലെ തന്നെ വീണ്ടും ഓടിത്തുടങ്ങി. മുംബൈ ഭീകരതയ്ക്ക് മുന്നിൽ തോറ്റുകൊടുക്കാൻ തയ്യാറായിരുന്നില്ല.